ഹലോ, എൻഗേജ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ 1-2 ദിവസത്തെ വീഡിയോ ഒരുമിച്ചാണ് ഇടുന്നത്. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് കോഴിക്കോട് കസവേന്ദ്രയിൽ നിന്നാണ്. പോലത്തെ ഒരു ലെഹങ്കയാണ് എടുത്തിട്ടുള്ളത്. 2000 രൂപ തൊട്ടിട്ട് ഇവിടെ നിന്ന് ലെഹങ്ക സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇതല്ല, ഈ ഒരു സെറ്റ് ജസ്റ്റ് ഒന്ന് ഷോയ്ക്ക് വേണ്ടി വെച്ചതാണ്. ഇതല്ലാണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ബ്യൂട്ടി പാർലറിൽ പോവാണ്. നമുക്കൊന്ന് ബ്ലീച്ച് ചെയ്യണം, ഫേഷ്യൽ ചെയ്യണം. അങ്ങനെ ഞാനും അമ്മയും അനിയത്തിയും കൂടിയാണ് പോകുന്നത്. അമ്മ എൻ്റെ കസിൻ്റെ ബ്യൂട്ടി പാർലറിലേക്കാണ് പോകുന്നത് കേട്ടോ. അതെ, അവിടെ ഇരിക്കുന്നതാണ് കസിന്. ചേച്ചി തന്നെയാണ് എനിക്ക് എൻഗേജ്മെൻറ്റിന് മേക്കപ്പ് ചെയ്ത് തന്നതും. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ചേച്ചീൻ്റെ ബ്യൂട്ടി പാർലറിലെത്തി. ബാലുശ്ശേരിയാണ് ഷോപ്പ് വരുന്നത്. അഞ്ജലീസ് ബ്യൂട്ടി പാർലർ എന്നാണ് പേര്. ആദ്യം തന്നെ അമ്മേൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അടിയിലേക്ക് ഇങ്ങനെ വാല് പോലെ കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് കട്ട് ചെയ്ത് വിട്ട് പിന്നെ എനിക്ക് ബ്ലീച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കും ഹെന്നയും ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ബ്ലീച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ എന്നെ വീഡിയോ കാണിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു ഫേഷ്യലും കൂടി ചെയ്തു. പപ്പായ ഫേഷ്യലാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അമ്മ ഹെന്ന ചെയ്തുകൊണ്ട് അമ്മ കുറച്ച് ടൈം എടുക്കും. അപ്പം ഞാനും അനിയത്തിയും കൂടി നേരെ പോയത് മെഹന്തി ഇടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ ഒരു താത്തേൻ്റെ മോളും ഫ്രണ്ടും കൂടി ഇട്ടുതരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നന്നായിട്ട് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. കൈ ഫുള്ള് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുമ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അമ്മേൻ്റെ ബ്ലൗസിൽ കുറച്ച് ബീഡ്സൊക്കെ വെക്കാനുണ്ടായിരുന്നു. ഫാബ്രിക് ഗ്ലൂ വാങ്ങിയിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ഞാനും അനിയത്തിയും കൂടി ചേർന്നാണ് ഫുൾ ഒട്ടിച്ചത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ പ്ലെയിൻ ബ്ലൗസിൽ ബീഡ്സൊക്കെ വെച്ച് വന്നപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം ഫ്രണ്ടിൽ ഒരു ഹാഫ് പോർഷനിൽ മാത്രമാണ് നമ്മൾ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാനും അച്ഛനും കൂടി ഈ ഒരു വെൽക്കം ബോർഡിൻ്റെ പണിയിലായിരുന്നു. ഈ ഒരു സ്റ്റാൻഡ് അച്ഛൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഒരു ബോർഡ് ഫ്ലെക്സിലാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മളൊരു ബോർഡിൽ ഈ ഒരു ഫ്ലെക്സ് ഒട്ടിച്ച് കൊടുത്തു. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഗൗണിൽ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്, സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഗൗണായിരുന്നു. അപ്പോൾ അതെനിക്ക് എന്തോ ഒരു പോലെ തോന്നി. അതിൽ കുറച്ച് സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനും അനിയത്തിയും കൂടിയാണ് ഫുൾ ഫിനിഷ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റോൺ വെക്കാൻ കുറേ ടൈം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 ദിവസം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നൈറ്റ് ചേച്ചീൻ്റെ മോൾക്ക് മെഹന്തി ഇട്ട് കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.